ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വീട്ടിലേക്ക് മത്സരാർത്ഥികൾ പ്രവേശിച്ചതിന് ശേഷമുള്ള പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ്. പൊരിഞ്ഞ അടിയിൽ കലാശിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ്. വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങാൻ പോകുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റൂമുകൾ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 4 റൂമിലെ ഏറ്റവും വലിയ റൂം കരസ്ഥമാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രൊമോ ടാസ്ക് കൊടുത്ത് അടിയിൽ കലാശിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞ മത്സരാർത്ഥികൾ എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട്. അതിൽ ജസീല പ്രവീണും പൂജയും ഒഴിച്ചു ബാക്കി എല്ലാ മത്സരാർത്ഥികളും കയറിയിരിക്കുകയാണ്. ഒന്നാമത്തെ പേര് അൻസിബ, രണ്ടാമതായി കയറിയത് ജിൻഡോ, മൂന്നാമതായി കയറിയത് യമുന റാണിയാണ്, നാലാമതായി കയറിയിരിക്കുന്നത് ഋഷിയാണ്, അഞ്ചാമതായി കയറിയിരിക്കുന്നത് ജാസ്മിൻ ജാഫർ, 6 സിജോയാണ്, 7 ശ്രീതു, 8 ജാൻമണി, 9ാമത്തെ രതീഷ് കുമാർ ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഒരുപക്ഷെ മിക്കവാറും ആ പാട്ട് പാടിയ വ്യക്തി തന്നെയായിരിക്കും മിക്കവാറും കയറാൻ പോകുന്നത്. കൊല്ലം ഷാഫി ഇല്ല എങ്കിൽ ആ വ്യക്തി ആയിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ വ്യക്തി തന്നെയാണ്, പാട്ടുകാരനായ രതീഷ് കുമാർ തന്നെയാണ് അതിൽ കയറിയിരിക്കുന്നത്. 10ാമത്തെ പേര് ശ്രീരേഖ, 11 അസീറോക്കി, 12 അപ്സര, 13 ഗബ്രിയേൽ, 14 നൂറ മുസ്കാൻ, 15ാമത്തെ പേര് അർജുൻ ശ്യാം. ഇങ്ങനെയാണ് ഓർഡറിൽ പോയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മാറ്റവുമില്ല. 17ാമത്തെ പേര് വന്നിരിക്കുന്നത് ശരണ്യാണ്. പിന്നെ 16ാമത്തെ പേരിൽ സുരേഷ് കുമാർ ഉണ്ട്. 17ാമതായി വന്നിരിക്കുന്നത് ശരണ്യ, 18ഉം 19ഉം നിഷാനയും റസ്മിനുമാണ്. ഇത്രയും പേരാണ് നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ. ഇവർ ബിഗ് ബോസ് വീട്ടിൽ കയറിയതിന് ശേഷം ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ബിഗ് ബോസിനോട് അനൗൺസ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്നും ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പവർ റൂമിലെ ആളുകളാണ്. ആ പവർ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ശക്തമായി മത്സരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം നാളത്തെ ടാസ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. ടാസ്കിനകത്ത് എന്തോ മണ്ണിനകത്ത് നിന്നും എന്തോ ഒരു ബോൾ മാതിരിയുള്ള സാധനം കളക്ട് ചെയ്ത് അവരവർ നിൽക്കുന്ന പൊസിഷനിൽ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടുന്നതാണ്. അത് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം വാക്കുതർക്കങ്ങളാവുകയും ഒടുവിൽ ആ ടാസ്കിനകത്ത് വിജയിച്ച വ്യക്തിയെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൽ പവർ റൂം, അതായത് 3 ചെറിയ റൂമുകളും ഒരു വലിയ റൂമുമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഓരോ പവറുകൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് പവർ, ജയിൽ പവർ, നോമിനേഷൻ പവർ, ഇങ്ങനെ പല പവറുകൾ, ക്യാപ്റ്റൻ പവർ, ഇങ്ങനെ പല പവറുകൾ യൂസ് ചെയ്യാം. ഈ പവർ എല്ലാം യൂസ് ചെയ്യുന്നത് പവർ റൂമിനകത്താണ്. ഈ പവർ റൂം സ്വന്തമാക്കാൻ കഴിയുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവർക്ക് മാത്രമേ ബെഡ്റൂം സെലക്ട് ചെയ്യാനാണെങ്കിലും സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനാണെങ്കിലുമുള്ള ഫ്രീഡം കിട്ടുകയുള്ളൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ലാലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പവർ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ആദ്യത്തെ ദിവസം തന്നെ ടാസ്കിലൂടെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ രതീഷ് കുമാറും അസീറോക്കിയും തമ്മിലാണ് വളരെയധികം ഫാൻ ഫൈറ്റ് വരുന്നത്. അതിനകത്ത് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഒടുവിൽ പിന്നീട് കാണിക്കുന്നത് ആ ടാസ്ക് വിജയിയെ കണ്ടെത്തുന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ എന്തായി തീരുമെന്ന്.